നീലിമ, എന്താ ഇത്? നിന്റെ മുഖമെന്താ ഒരുമാതിരി ഇരിക്കുന്നത്? ജോലിയെക്കുറിച്ചുള്ള ആശങ്കയാണോ നിനക്ക്? നീ കുറച്ച് ദിവസം കാത്തിരിക്ക്. ഈ മാസത്തെ വീട്ടുചിലവുകൾ ഞാൻ ഏറ്റോളാം. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, രജനി സ്നേഹത്തോടെ നീലിമയോടായി പറഞ്ഞു. അതല്ല രജനി എന്ന് പറഞ്ഞുകൊണ്ട് ഉഷ നടന്ന കാര്യങ്ങളെല്ലാം രജനിയോട് പറഞ്ഞു. തിരികെ നിശബ്ദനായി അവരെ നോക്കിയിരുന്നു. അയ്യോ, അതാണോ നിന്റെ പ്രശ്നം? ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നീ എന്തിനാ വിഷമിക്കുന്നേ? ഈ ലോകത്ത് ചില മനുഷ്യർ അങ്ങനെയാണ്. നമ്മൾ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകണം. രജനി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് രജനി. നീലിമ പതിയെ പറഞ്ഞു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന അരുൺ മുന്നോട്ട് വന്ന് ഒരു കാര്യം പറയുന്നത്. അമ്മേ, ഇതിന് വഴി ഞാൻ പറഞ്ഞു തരാം. അമ്മക്ക് സ്വന്തമായി ഒരു ഷോപ്പ് തുടങ്ങിക്കൂടെ? നിങ്ങളുടെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അമ്മേ? അറിയാത്ത വല്ലതുമുണ്ടെങ്കിൽ രജനി ആൻറ്റിയോടോ ഉഷ ആൻറ്റിയോടോ ചോദിച്ചാൽ മതിയല്ലോ. ഒരു മുതിർന്ന ആളെ പോലെയുള്ള അരുണിൻ്റെ സംസാരം കേട്ട് നീലിമ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഞാനും ഇതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത് അരുൺ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കവളിൽ സ്നേഹത്തോടെ ഒരു ഉമ്മ നൽകി. അതേ നീലു ചേച്ചി, അതാണ് ഏറ്റവും നല്ലത്. ദീപ ചേച്ചിയോട് സംസാരിച്ച് ഈ കട നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് നടത്തുക. ഇതിനകം തന്നെ ഈ കട ഈ ഭാഗത്ത് വളരെ പ്രശസ്തമാണ്. എല്ലാവർക്കും ഈ സ്ഥലം അറിയുകയും ചെയ്യും. പുതിയൊരു തുടക്കവുമാകും. ആ വാക്കുകൾ നീലിമയുടെ മനസ്സിൽ പുതിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം പടർത്തി. ഇരുളഞ്ഞ വഴികളിൽ നിന്നും അവൾ പുതിയൊരു പുലരിയിലേക്ക് കാൽ വച്ചിരുന്നു. പണത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് നീലിമ കഴുത്തിലുണ്ടായ മാല ഊരിയെടുത്തു. അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഒരു നിമിഷം അവളുടെ നേരെ തിരിഞ്ഞു. ചിലരുടെ മുഖത്ത് അത്ഭുതവും ചിലരുടെ ഞെട്ടലും തെളിഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം അവർക്ക് മനസ്സിലായി അതൊരു താലിമാലയല്ല എന്ന്, വെറും ഒരു സ്വർണ്ണ ചെയിൻ മാത്രം. എടി, നിന്റെ താലി എവിടെ? രചനയുടെ ശബ്ദത്തിൽ ആശ്ചര്യം നിറഞ്ഞു. നീലിമയുടെ ചുണ്ടുകൾ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അതിൽ വേദനയുണ്ടായിരുന്നു, പരിഹാസവും ഉണ്ടായിരുന്നു. സ്വയം ജയിച്ചെടുത്ത ഒരു സ്ത്രീയുടെ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ഞാൻ ആ വീട് വിട്ടിറങ്ങിയ ദിവസം തന്നെ അത് ഊരി വച്ചിരുന്നു. ഒരു നിമിഷം നിർത്തിയ ശേഷം അവൾ വീണ്ടും തുടർന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ കാമുടിക്ക് അത് ആവശ്യമാകും. പക്ഷേ ഇത് സ്വർണ്ണ ചെയിനിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇത് എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വാങ്ങി തന്നതാ. അവരുടെ സ്നേഹത്തിൻ്റെ ഓർമ്മ. അതുകൊണ്ടാ ഞാനിത് സൂക്ഷിച്ചു വെച്ചത് ഇത്രയും കാലം. അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു നിമിഷം കണ്ണുനീർ തിളങ്ങി. ആ താലി എൻ്റെ കഴുത്തിൽ കിടന്നാൽ അതൊരു തൂക്കുകയറ് പോലെ തോന്നും എനിക്ക്. അതുകൊണ്ടാ ഈ മാല വിറ്റ് നമ്മുടെ പുതിയ ജീവിതം തുടങ്ങുമെന്ന് ഞാൻ കരുതിയേ. അവളുടെ വാക്കു കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ ആരുമൊന്നും പറഞ്ഞില്ല. കാരണം ചില വേദനകൾക്ക് മുന്നിൽ വാക്കുകൾ പോലും വിലയില്ല. അപ്പോഴാണ് ദീപചേച്ചി അങ്ങോട്ടെത്തിയത്. നീലിമയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ അവൾക്കുള്ളിൽ നിറഞ്ഞ അഭിമാനം മറക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നീലിമ. ദീപചേച്ചി അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഭർത്താവ് എന്ത് ചെയ്താലും എല്ലാം സഹിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്കിടയിൽ സ്വന്തം ജീവിതം സ്വന്തം കൈകളിൽ പിടിക്കാൻ നീ ധൈര്യം കാണിച്ചു കുട്ടി. അത് ചെറിയൊരു കാര്യമല്ല. നീലിമ നിശബ്ദമായി കേട്ടുനിന്നു. നീ വിജയിക്കും, ഉയരങ്ങളിലെത്തും. ദീപചേച്ചിയുടെ ശബ്ദം ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നു. തീർച്ചയായും വിജയിക്കും. നന്ദി ചേച്ചി. നീലിമയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കടയുടെ ഉടമസ്ഥരോട് സംസാരിക്കാൻ ചേച്ചിയും കൂടെ വരണം. വരാം മോളെ. അവർ 3 പേരും ചേർന്ന് കടയുടെ ഉടമസ്ഥരായ പ്രായമായ ദമ്പതികളുടെ വീട്ടിലേക്കാണ് പുറപ്പെട്ടത്. വീട്ടുമുറ്റത്ത് കാൽ വെച്ച നിമിഷം തന്നെ ഒരു പ്രത്യേക സ്നേഹം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി തോന്നി. ഈ പ്രായത്തിലും പരസ്പരം താങ്ങും തണലുമായി ജീവിക്കുന്ന ഒരു ദമ്പതികൾ. അവരെ കണ്ടപ്പോൾ നീലിമയുടെ മനസ്സിൽ അറിയാതെ ഒരു ചിന്ത ഉണർന്നു. സ്നേഹമെന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയിരിക്കണം. ഒരാൾക്ക് മറ്റൊരാളുമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ബന്ധം. മോളാണോ പുതിയ കട നടത്താൻ പോകുന്നത്? വൃദ്ധയായ സ്ത്രീ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. അതെ അമ്മേ. നീലിമ വിനയത്തോടെ മറുപടി പറഞ്ഞു. എൻ്റെ പേര് നീലിമ. ദീപചേച്ചിയുടെ കട ഞാൻ ഏറ്റെടുത്ത് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അമ്മേ. അവളുടെ വാക്കുകൾ മുഴുവൻ ശ്രദ്ധയോടെ കേട്ട ശേഷം വൃദ്ധൻ സംസാരിച്ചു. അഡ്വാൻസ് 50,000 രൂപ, മാസവാടക 5,000. നീലിമ ഉടൻ സമ്മതിച്ചു. അവളുടെ മനസ്സിൽ കിടന്നിരുന്ന ഭയം പതിയെ അകന്നുപോയി. പക്ഷെ അപ്പോഴാണ് വൃദ്ധൻ ചോദിച്ചത്, നിനക്കൊരു മകനുണ്ടല്ലേ?
ആ ചോദ്യം കേട്ട് അവൾ ഒരു നിമിഷം നിശ്ചലമായി. പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു. ഉണ്ട്. അവളുടെ മറുപടി കേട്ടതോടെ അവരുടെ മുഖത്തും സമാധാനം വിരിഞ്ഞു. അടുത്ത ദിവസങ്ങൾ നീലിമയ്ക്ക് തിരക്കിട്ട ദിവസങ്ങളായി മാറി. രജനിയുടെ സഹായത്തോടെ സ്വർണ്ണ ചെയിൻ വിറ്റു. ലോകത്തിൻ്റെ പരിഹാസ നോട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മുക്കുപണ്ടമാല വാങ്ങി അവൾ കഴുത്തിൽ അണിച്ചു. ദീപ ചേച്ചിക്ക് നൽകാനുള്ള പണവും തീർത്തു. പുതിയ കടയ്ക്ക് ഒരു പേരും നൽകാൻ തീരുമാനിച്ചു. പെൺമ. സ്ത്രീകളുടെ സ്വപ്നങ്ങൾ തുന്നിച്ചേർക്കുന്ന ഒരിടം, അതാണ് അവളുടെ സ്വപ്നം. ഉഷയെയും ജോലിക്ക് കൂടെ കൂട്ടി. രാവിലെ രജനി ഭക്ഷണവുമായി വരും. ഉച്ചയ്ക്ക് ഉഷ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കും നീലിമയെ. രാത്രിയും പകലും നോക്കാതെ നീലിമ തയ്യൽ മെഷീനിൻ്റെ മുന്നിലിരുന്നു. കൈകൾ തളർന്നാലും കണ്ണുകൾ ഉറക്കത്താൽ അടഞ്ഞാലും അവൾ നിർത്തിയില്ല. കാരണം ഇനി പിന്നോട്ട് പോകാൻ അവൾക്കാവില്ലായിരുന്നു. ഒരു മാസം പെൺമ പതിയെ ആളുകൾ അറിയാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം പതിവ് പോലെ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് കുറച്ച് ആളുകൾ കടയ്ക്കുള്ളിലേക്ക് കയറി വന്നത്. അവരുടെ വേഷവും സംസാരവും കണ്ടാൽ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണെന്ന് തോന്നും. ഇവിടെ നീലിമ ആരാണ്? ഒരാൾ ചോദിച്ചു. ഞാനാണ് സർ, നീലിമ മുന്നോട്ട് ചെന്നുകൊണ്ട് പറഞ്ഞു. നീലിമയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയതുപോലെ തോന്നി. എന്തിനാ സർ? അവൾ വെറിയുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഈ കട ഞങ്ങളുടെ ബോസ് വാങ്ങിയിരിക്കുകയാണ്. ആ വാക്കുകൾ അവളുടെ നെഞ്ചിലേക്ക് ഒരു ഇടിമിന്നൽ പോലെ പതിച്ചു. ഈ കട മാത്രമല്ല, ഈ കെട്ടിടം മുഴുവനും. നീലിമയുടെ കണ്ണുകൾ വലുതായി. അവളൊന്നും മനസ്സിലായില്ല. നിങ്ങൾ നൽകിയ അഡ്വാൻസ് തിരികെ നൽകും. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ കട ഒഴിയണം, അല്ലെങ്കിൽ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും. അവർ പറഞ്ഞു തീർത്തു. അവൾക്ക് ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ തോന്നി. കഷ്ടപ്പെട്ട് പണിതുയർത്തിയ സ്വപ്നങ്ങൾ വീണ്ടും തകർന്നു വീഴുകയാണോ? കണ്ണുകൾ നിറഞ്ഞു, കൈകൾ വിറച്ചു. ഉടൻ അവൾ ആ വൃദ്ധ ദമ്പതികളെ ഫോണിൽ വിളിച്ചു. മോളെ. അവരുടെ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം നീ. മക്കൾക്ക് അത്യാവശ്യമായി പണം വേണമായിരുന്നു. നീലിമയുടെ ഹൃദയം വീണ്ടും തകർന്നു. എല്ലാം പെട്ടെന്ന് സംഭവിച്ചു. വൃദ്ധസ്ത്രീ കരച്ചിൽ അടക്കിക്കൊണ്ട് പറഞ്ഞു. ഈ സ്ഥലം വാങ്ങിയയാൾ നല്ല മനുഷ്യനാണ് മോളെ. നീ പോയി സംസാരിച്ചാൽ അദ്ദേഹം നിന്നെ സഹായിക്കും. ഫോൺ കട്ടായപ്പോൾ നീലിമ നിശ്ചലയായി നിന്നു. ഒരു മാസത്തെ കഠിനാധ്വാനം, ഒരു ജീവിതകാലത്തെ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് വീണ്ടും അനിശ്ചിതത്വത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. കടയ്ക്കുള്ളിൽ തൂങ്ങിയാടുന്ന ബോർഡിലേക്ക് അവൾ നോക്കി. പെൺമ. ആ അക്ഷരങ്ങൾ പോലും അവളെ നോക്കി കരയുന്നത് പോലെ തോന്നി. പക്ഷേ ജീവിതം അവളെ എത്ര തവണ വീഴ്ത്തിയാലും ഇനി തോറ്റുകൊടുക്കില്ല നീലിമ തയ്യാറായിരുന്നില്ല. കാരണം കടലിലെ ഏറ്റവും ശക്തമായ തരംഗങ്ങൾ ജനിക്കുന്നത് കൊടുങ്കാറ്റുകളുടെ നടുവിലാണ്.